വനനിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധന നടത്തും. ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂവെന്നും മന്ത്രി. ഈ മലപ്പുറം ജില്ലയിലെ നെടുങ്കയം മേഖലയിൽ ഒരു ആദിവാസി യുവാവാണ് കാട്ടാനയുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടത്. അത് ഉൾവനത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വനത്തിനകത്തെ ആക്രമണവും വനത്തിന് പുറത്തുള്ള ആക്രമണവും രണ്ടു തരത്തിലാണ്. എന്നിരുന്നാലും ഈ കൊല്ലപ്പെട്ടത് ഒരു ആദിവാസി യുവാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആദിവാസി യുവാവിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വന്യജീവി ആക്രമണം മൂലമുള്ള കൊലപാതകങ്ങൾ മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണക്ക് വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്നതല്ല. 2021-22 114 മരണമാണ് ഉണ്ടായത്. അതിപ്പോൾ വന്ന് 55-56 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നില്ല. അതിൽ തന്നെ നേർപകുതിയും പാമ്പ് കടിയേറ്റതാണ് എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം തൃപ്തികരമല്ല. ഗവൺമെന്റ് ഇത് ലഘൂകരിച്ചു കൊണ്ടുവരാനും അതിൻ്റെ അടിസ്ഥാനത്തുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് നടത്തുന്നത്. വനം വകുപ്പിലെ സേനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്.